ഗം ഗണപതയേ നമഃ. സം സരസ്വത്യേ നമഃ. ഈ കഴിഞ്ഞ 2 വർഷത്തെ വിദ്യാഭ്യാസ കാലം എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പങ്കുതന്നു. സബ് ജില്ലാ കലോത്സവങ്ങളിലും ശാസ്ത്രമേളയിലും IT മേളയിലും വിവിധ ക്വിസ് മത്സരത്തിലും സ്കൗട്ട് പ്രവർത്തനത്തിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഈ ഭൂമിയിൽ വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ, ജഗതീശ്വരന്റെ അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യരോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളാരും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ കലഹിക്കരുത്. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു. അസന്നമായിട്ടുള്ളൂ. തൊഴുതു. എന്തേ വരാനിത്ര വൈകി എന്ന് ചോദിച്ചു. ഭൗതികമായ ശരീരം മാത്രമാണ് മലയിറങ്ങി പോകുന്നത്. മനസ്സിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. നീലണ്ട, ഒരു കാറ് കത്തി എനിക്ക് വെറും പുല്ല. മറിച്ചെന്റെ തറവാട് കത്തിച്ചെണ്ണാൻ അറിയാൻ പാടില്ലെന്നിട്ടല്ല, എനിക്കറിയേണ്ടത് നീ പണിയെടുക്കാൻ തുടങ്ങിയോന്നാണ് ശേഖര. പിന്നിട്ട് വടുകളിൽ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ ഞാൻ എന്നോ മറന്നു. മുനയിടിഞ്ഞ ആ പഴയ മുള്ളിന് ഈ വഴിയിൽ എന്നെ കുത്തിനോപ്പിക്കാനാണ്. നീ എന്റെ മകള് തമ്മിൽ എന്നാടി ഗോൽഫിയാടാ. ഇനി എന്റെ മകളുമായിട്ട് കട്ടപ്പന ടൗനുകാർ കയറുന്നിറങ്ങി അറിഞ്ഞാ നിന്റെ കന്യാകുതി പിടിക്കും. എന്നെ പോലെ നായിന്റെ പൊന്നെ കരയിക്കാതറ ദേവിച്ചേട്ടനല്ലേ വിട്ടുകളാണ്. ഞാൻ പൊട്ടന 32 വർഷം നമ്മുടെ സ്കൂളിന് വേണ്ടി കഷ്ടപ്പെട്ട് നല്ല ടീച്ചർ. അതിന്റെ ടീച്ചർക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. കൈയടിച്ചിന് ദിസ് ഈസ് റാങ്. നമുക്ക് സ്കൂളിൽ നമുക്ക് എല്ലാം തന്ന ടീച്ചർ എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാടെ? തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിൽ വലിയ രാജാവാണെന്ന്. താനൊരു പുല്ലുമല്ല. അമേരിക്കയിൽ പോയി ഏതോ ഒരു വാട്ടർ റിച്ചാർഡ് സാഹിബിനെ അനുവദിച്ചു കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരവും വാങ്ങി അവിടെ ഒരു ആശുപത്രിയും പണിത് വിപരീത ബുദ്ധി. മുഖ്യമന്ത്രിയെ കണ്ട എഴുന്നേറ്റ് നിൽക്കും, പ്രധാനമന്ത്രിയെ കണ്ട തലകുത്ത് നിൽക്കും, രാഷ്ട്രപതിയെ കണ്ട ശീർഷാസനത്തിൽ നിൽക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നീണ്ട 32 വർഷത്തെ വലിയൊരു സമർപ്പണമാണ്. എന്നെ സംബന്ധിച്ചോളം ടീച്ചർ ഒരിക്കലും മനസ്സുകൊണ്ട് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല. നമുക്ക് 100% അറിയാം ഇതൊരു അയപ്പ് ചടങ്ങ് മാത്രമാണ്. കാരണം നമുക്ക് അത്രയേറെ ഇഷ്ടമാണ് ടീച്ചർക്ക് നമ്മളെ വളരെ ഇഷ്ടമാണ്. ആ ഒരു നിമിഷം ഏറ്റവും മനോഹരമായി ആസ്വദിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ്